സംഖ്യ 23 അധ്യായം. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ പണിയുക. 7 മൂരികളെയും 7 മുട്ടാടുകളെയും എനിക്കായി ഇവിടെ ഒരുക്കുക. ബാലാം ആവശ്യപ്പെട്ടതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാമും ബാലാക്കും ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിക്കുക. ഞാൻ ചെല്ലട്ടെ, ഒരുപക്ഷേ കർത്താവ് എൻ്റെ പക്കൽ സന്നിഹിതനാകാൻ ഇടയായെങ്കിലോ? അവിടുന്ന് എന്നെ കാണിക്കുന്ന കാര്യമെന്തായാലും ഞാൻ നിന്നോട് വിവരിക്കാം. എന്നിട്ട് അവൻ ഒരു മേട്ടിലേക്ക് പോയി. ദൈവം ബാലാമിൻ്റെ പക്കൽ സന്നിഹിതനായി. അവിടത്തോട് അവൻ പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബലിപീഠത്തിൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവ് ബാലാമിൻ്റെ വായിൽ ഒരു വചനം നിക്ഷേപിച്ചുകൊണ്ട്, നീ ബാലാക്കിൻ്റെ അടുക്കൽ തിരിച്ചെത്തി ഇങ്ങനെ സംസാരിക്കണം എന്ന് അരുൾ ചെയ്തു. അവൻ അയാളുടെ അടുക്കൽ തിരിച്ചെത്തിയപ്പോൾ ഇതാ, അയാളും മൊവാബ് പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ ആനയിച്ചു. മൊവാബ് രാജാവ് പൗരസ്ത്യഗിരികളിൽ നിന്ന്, നീ വന്ന് യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക, നീ വന്ന് ഇസ്രായേലിനെ ഭർസിക്കുക. ദൈവം ശപിക്കാതിരിക്കെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭർസിക്കാതിരിക്കെ ഞാൻ എങ്ങനെ ഭർസിക്കും? പാറമുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, കുന്നിൻപുറങ്ങളിൽ നിന്ന് അവനെ ഞാൻ വീക്ഷിക്കുന്നു. ഇതാ, ജനതകളുടെ ഭാഗമാകാതെ വേറിട്ട് പാർക്കുന്ന ഒരു ജനം. യാക്കോബിൻ്റെ ധൂളിയാകട്ടെ, ഇസ്രായേലിൻ്റെ 1/4 എണ്ണമാകട്ടെ, ആര് കണക്കുകൂട്ടും? എൻ്റെ ആത്മാവ് സത്യവാന്മാരുടെ മരണം പുൽകട്ടെ, എൻ്റെ പിന്മുറ അവനെപ്പോലെയാകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ സ്വീകരിച്ചു, എന്നാൽ ഇതാ, നീ അവരെ കാര്യമായി അനുഗ്രഹിച്ചു. അവൻ മറുപടിയായി പറഞ്ഞു, കർത്താവ് എൻ്റെ വായിൽ നിക്ഷേപിക്കുന്നതെന്തോ അതു സംസാരിക്കാനല്ലേ ഞാൻ ജാഗ്രത പുലർത്തേണ്ടത്? ബാലാക്ക് അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വന്നാലും അവിടെ നിന്ന് നിനക്കതിനെ കാണാം. അതിൻ്റെ അങ്ങേയറ്റം ഒഴികെയുള്ളത് നിനക്കു കാണാം. അത് മുഴുവനായും നീ കാണേണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അതിനെ ശപിക്കുക. അയാൾ അവനെ സോഫീം വയലിൽ പിസ്ഗാ ശൃംഗത്തിലേക്ക് കൊണ്ടുപോയി. അവൻ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് ബലിപീഠത്തിൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിച്ചു. അവൻ ബാലാക്കിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിക്കുക. ഞാൻ അവിടുത്തെ കണ്ടുമുട്ടട്ടെ. കർത്താവ് ബാലാമിൻ്റെ പക്കലണഞ്ഞ് അവൻ്റെ വായിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട്, നീ ബാലാക്കിൻ്റെ അടുത്ത് മടങ്ങിച്ചെന്ന് ഇങ്ങനെ സംസാരിക്കുക എന്ന് അരുൾ ചെയ്തു. അവൻ അയാളുടെ പക്കൽ ചെന്നപ്പോൾ ഇതാ, അയാൾ തൻ്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അയാളോടൊപ്പം മൊവാബ് പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് വചിച്ചത്? അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കേ, ഉണർന്നു ശ്രവിക്കുക. സിപ്പോറിൻ്റെ പുത്ര, എന്നിലേക്ക് ചെവി ചായ്ക്കുക. ദൈവം വ്യാജം പറയാൻ നരനോ പരിതപിക്കാൻ മനുഷ്യപുത്രനോ അല്ല. അവിടുന്ന് അരുൾ ചെയ്തിട്ട് നിവർത്തിക്കാതിരിക്കുമോ? ഉര ചെയ്തിട്ട് അത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ ഞാൻ ദൗത്യമേറ്റിരിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ എനിക്കാവില്ല. യാക്കോബിൽ അവിടുന്ന് അകൃത്യം നിരീക്ഷിച്ചില്ല, ഇസ്രായേലിൽ അത് ദർശിച്ചതുമില്ല. അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെയുണ്ട്, രാജഭേരി അവനിലുണ്ട്. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ്റേത് കാട്ടുപോത്തിൻ്റേതുപോലുള്ള ഗാംഭീര്യമാണ്. നിശ്ചയമായും യാക്കോബിൽ ശകുനം നോട്ടമില്ല, ഇസ്രായേലിൽ ഭാവി പറച്ചിലുമില്ല. ദൈവം പ്രവർത്തിക്കുന്നതെന്തെന്ന് യാക്കോബിനോടും ഇസ്രായേലിനോടും യഥാസമയം പറയപ്പെടും. ഇതാ, ഒരു ജനം, സിംഹിയെപ്പോലെ അതുണരുന്നു, സിംഹത്തെപ്പോലെ അതെഴുന്നേൽക്കുന്നു. ഇരവിഴുങ്ങാതെ അത് കിടക്കുകയില്ല, നിഹതന്മാരുടെ രക്തം അത് കുടിക്കുന്നു. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, നീ അവനെയൊട്ട് ശപിക്കുകയും വേണ്ട,
അവനെയൊട്ട് അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം ബാലാക്കിനോട് മറുപടിയായി പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെന്തെല്ലാമോ അത് ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, വന്നാലും മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് എനിക്ക് വേണ്ടി നീ അവനെ ശപിക്കുന്നത് ദൈവദൃഷ്ടികളിൽ ശരിയാകാം. തരിശുഭൂമുഖം കീഴ്ദർശനമായുള്ള പെയോർ ശൃംഗത്തിലേക്ക് ബാലാമിനെ ബാലാക്ക് കൊണ്ടുപോയി. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 മൂരികളെയും 7 മുട്ടാടുകളെയും തയ്യാറാക്കുക. ബാലാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും അവൻ ഹോമിച്ചു.